എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 62ാമത്തെ സർഗത്തില് 15 മുതൽ 21 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം കണ്ടത് വിശ്വാമിത്രൻ തന്റെ മക്കളെ മുഴുവനും അംബരീഷന്റെ യാഗത്തില് കൊണ്ടെത്തിച്ച് ബലി നൽകിയിട്ട് ശുനശേപനെ രക്ഷിക്കാം എന്ന് പറയണ ഒരു ഭാഗമാണ്. അത് കേട്ടിട്ട് മക്കളായിട്ടുള്ള മധുച്ഛന്ദൻ മുതലായിട്ടുള്ളവർക്ക് അതൊട്ടും ഇഷ്ടമായില്ല. അവര് തിരിച്ച് ഇത് തെറ്റാണ് എന്ന് വിശ്വാമിത്രനോട് പറഞ്ഞു. അത് കേട്ടിട്ട് വിശ്വാമിത്രൻ എന്താ പറയണത് നോക്കാം. തേഷാം തദ്വചനം ശ്രുത്വാ പുത്രാണാം മുനിപുംഗവ ക്രോധസംരക്തനയനോ വ്യാഹർത്തുമുപചക്രമേ. തേഷാം തദ്വചനം ശ്രുത്വാ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്കാണ്. തേഷാം തദ്വചനം ശ്രുത്വ തസ്യ തദ്വചനം ശ്രുത്വ എന്നുള്ളത് എല്ലാ ദിക്കിലും കാണാൻ പറ്റും. അവരുടെ വാക്കുകൾ കേട്ടിട്ട്, അല്ലെങ്കിൽ അവൻ്റെ വാക്ക് കേട്ടിട്ട്, അവളുടെ വാക്ക് കേട്ടിട്ട് എന്നുള്ളതൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറയാണ്. ഇവിടെ പറയാണ് തേഷാം, അതായത് മുനിപുത്രാണാം, മധുച്ഛന്ദൻ മുതലായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ട്, തദ്വചനം ശ്രുത്വ പുത്രാണാം തേഷാം തദ്വചനം ശ്രുത്വ മുനിപുംഗവ, ആ മുനിപുംഗവനായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മുനിപുംഗവനായിട്ടുള്ള വിശ്വാമിത്രൻ ക്രോധ സംരക്തനയന, വേഗം ദേഷ്യം വരൂലോ, മുൻശുണ്ഠിയാണ്, അങ്ങനെ ദേഷ്യപ്പെട്ട് കണ്ണുകളൊക്കെ കലങ്ങി ചുവന്ന് അങ്ങനെ നിന്നുകൊണ്ട് വ്യാഹർത്തും ഉപചക്രമേ, അവരോട് ഇപ്രകാരം പറയാനായിട്ട് പുറപ്പെട്ടു. അവർ പറയണത് കേട്ടപ്പോൾ പ്രത്യേകിച്ച് അവർ ഇത്തിരി അഹങ്കാരത്തോട് കൂടിയിട്ട് ഇത്തിരി പുച്ഛത്തോട് കൂടിയിട്ടൊക്കെയാണല്ലോ വർത്തമാനം പറഞ്ഞത്. അതൊട്ടും വിശ്വാമിത്രന് ഇഷ്ടമായില്ല. വിശ്വാമിത്രൻ ദേഷ്യത്തോടു കൂടി കണ്ണ് കലങ്ങി മുഖം തുടുത്തു. അങ്ങനെയൊക്കെ വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് മക്കളോട് ഇപ്രകാരം പറയാനായിട്ട് ആരംഭിച്ചു. എന്താ പറയണത്? 16ാമത്തെ ശ്ലോകം നോക്കാം. നിസ്സാധ്വസമിതം പ്രോക്തം ധർമാദപി വിഗർഹിതം അതിക്രമ്യതു മദ്വാക്യം ദാരുണം രോമഹർഷണം. നിങ്ങൾ പറഞ്ഞ ഈ വാക്കുകളുണ്ടല്ലോ, അത് ഒരു സാധ്വസം, ഒരു മടിയില്ലാണ്ടാണ് എന്നോട് നിങ്ങളിങ്ങനെ വളരെ ചങ്കൂറ്റത്തോടു കൂടി ഓരോന്ന് പറയണത്. നിസ്സാധ്വസമിതം പ്രോക്തം, ഒട്ടും സാധ്വസം, ഒട്ടും പരിഭ്രമമില്ലാതെ അച്ഛനോട് ഇങ്ങനെ പറയാൻ പാടുമോ എന്നുള്ള ആലോചന പോലും ഇല്ലാതെ എന്നോട് പറഞ്ഞ വാക്കുകൾ, അത് ധർമാദപി വിഗർഹിതം, ഒട്ടും ധാർമ്മികമായിട്ടുള്ള വാക്കുകളല്ല. നിങ്ങളിങ്ങനെ എന്നോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു. ധർമ്മത്തിൽ നിന്ന് ചുതിയായ വാക്കുകളാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്. അച്ഛനോട് ഇങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ട് അതിക്രമ്യതു മദ്വാക്യം ദാരുണം രോമഹർഷണം. മദ്വാക്യം അതിക്രമ്യ, ഞാൻ പറഞ്ഞ വാക്കുകളെ അല്പം പോലും വില കൽപ്പിക്കാതെ ശ്രദ്ധിക്കാതെ നിങ്ങൾ ദാരുണമായിട്ടുള്ളതും വളരെ ക്രൂരമായിട്ടുള്ളതും, രോമഹർഷണം എന്നുള്ള വാക്കിന് അതായത് ഇവിടെ കുളിര് വരികയെന്നോ രോമാഞ്ചം ഉണ്ടാവുകയെന്നൊന്നുമല്ല അർത്ഥം. ദേഷ്യം വന്നിട്ട് രോമം എഴുന്നു നിൽക്കുന്നത് പോലത്തെ അങ്ങനത്തെ വർത്തമാനമാണെന്നല്ലോ നിങ്ങൾ എന്നോട് പറഞ്ഞത്. അച്ഛനോട് പറയാവുന്ന വാക്കുകളാണോ ഇത്ര ദാരുണമായിട്ട്? അതായത് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നോക്കാമെന്നോ പരിഗണിക്കാമെന്നോ എന്താ അതെന്നൊന്നും ചോദിക്കാതെ എന്നെ നിങ്ങൾ ചോദ്യം ചെയ്യുക ചെയ്തത്. ഏറ്റവും ചീത്തയായിട്ടുള്ള വാക്കാണ് അച്ഛൻ പറഞ്ഞത്. ശ്വമാംസം ഭക്ഷിക്കണത് പോലെ എന്നൊക്കെ പറഞ്ഞത് ഏറ്റവും ദാരുണതരമായി. അതുകൊണ്ട് നിങ്ങൾ ആരായി തീരട്ടെ. അതാണ് 17ാമത്തെ ശ്ലോകത്തില്. ശ്വമാംസ ഭോജിന സർവേ വാസിഷ്ഠ ഇവ ജാതിഷു പൂർണ്ണം വർഷസഹസ്രം തു പൃഥിവ്യാമനുവത്സ്യഥ. ഉടനെ തന്നെ മക്കളായാലും വേണ്ടില്ല, വേറെ ആരായാലും വേണ്ടില്ല, ശാപം കഴിയും. ശപിച്ചു. എന്തായിട്ടാവാനാണ് പറയണത്? നിങ്ങളെല്ലാവരും ഇപ്പൊ എന്നോട് പറഞ്ഞത് ഞാൻ പറയണ വാക്കുകൾ ഏറ്റവും അരുതാത്തതാണ്, ശ്വമാംസ ഭക്ഷണം പോലെയാണെന്നല്ലേ പറഞ്ഞത്. നിങ്ങള് ശ്വമാംസം ഭക്ഷിച്ചുകൊണ്ട്, നായ്ക്കളുടെ മാംസം ഭക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ 1000 വർഷക്കാലം ജീവിക്കേണ്ടതായിട്ട് വരട്ടെ. അതാണ് ആരെ പോലെ? വാസിഷ്ഠാഹ ഇവ, വസിഷ്ഠപുത്രന്മാർക്ക് ശാപം കിട്ടിയല്ലോ എൻ്റെ കയ്യിൽ നിന്ന്. അതേപോലെ തന്നെ നിങ്ങളും ആ ജന്മത്തിൽ, ജാതിഷു എന്ന് വെച്ചാൽ നിങ്ങളുടെ ജന്മം, അങ്ങനെ നികൃഷ്ടമായിട്ടുള്ള ജന്മം എടുത്തുകൊണ്ട് ശ്വമാംസം ഭക്ഷിച്ചുകൊണ്ട് ശ്വമാംസ ഭോജികളായിട്ട് പൂർണ്ണം വർഷസഹസ്രം 1000 വർഷം പൂർണ്ണമായിട്ടും പൃഥിവ്യാം അനുവത്സ്യഥ, ഈ ഭൂമിയിൽ നിങ്ങൾ വസിക്കുമാറാകട്ടെ. അതാണ് നിങ്ങൾക്ക് ഞാൻ തരണ ശാപം. അച്ഛൻ പറയണത് ഒട്ടും പരിഗണിക്കാതെ അഹങ്കാരത്തോടു കൂടി തോന്നിയ പോലെ മറുപടി പറയണ നിങ്ങൾക്ക്, നിങ്ങൾ എന്താണോ പറഞ്ഞത് അത് തന്നെ ആയിപ്പോട്ടെ എന്ന് തിരിച്ച് അങ്ങോട്ട് ശപിക്കുകയാണ്. ശ്വമാംസം ഭക്ഷിച്ചുകൊണ്ട് വസിഷ്ഠപുത്രന്മാരെ പോലെ നിങ്ങളും 1000 വർഷം ഭൂമിയിൽ ജീവിച്ചോളാൻ ശപിക്കുകയാണ് ചെയ്തത് വിശ്വാമിത്രൻ തൻ്റെ മക്കളെ. എന്നിട്ട്
കൃത്വാ ശാപസമായുക്താൻ പുത്രാൻ മുനിവരസ്തദാ ശുനശേപമുവാചാർത്തം കൃത്വാ രക്ഷാം നിരാമയാം. അങ്ങനെ ആ മക്കളെ മുഴുവനും അവിടെ കൂടിയിരുന്ന വിശ്വാമിത്രനോടൊപ്പം തപസ് ചെയ്യുകയായിരുന്ന, പുഷ്കരത്തിന്റെ തീരത്തിരുന്ന് തപസ് ചെയ്യുകയായിരുന്ന ആ മക്കളെ മുഴുവനും ശപിച്ചു കഴിഞ്ഞതിന് ശേഷം കൃത്വാ ശാപസമായുക്താൻ പുത്രാൻ, എല്ലാ മക്കളെയും, തൻ്റെ 100 മക്കളുണ്ടായിരുന്നു, അവരെ എല്ലാവരെയും ശാപയുക്തരാക്കിയിട്ട് തഥാ മുനിവര, ആ മുനിവരനായിട്ടുള്ള വിശ്വാമിത്രൻ ശുനശേപം, ആർത്തം ശുനശേപം, ദുഃഖിതനായിട്ട് തന്നെ വന്ന് ശരണം പ്രാപിച്ച അങ്ങനെയുള്ള ആ ശുനശേപനോട് നിരാമയാം രക്ഷാം കൃത്വ ഉവാച, ഒരു കുഴപ്പവും വരാത്ത രക്ഷ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ചില മന്ത്രങ്ങൾ ചൊല്ലി രക്ഷപ്പെടാനാണ് പറയണത്. ഇപ്പോൾ രക്ഷിക്കാൻ ഇനി വേറെ ആരും ഇല്ല, തൻ്റെ മക്കളെ പറഞ്ഞയക്കാൻ പറ്റില്ല, അവരൊക്കെ എതിർത്താണ് നിൽക്കുന്നത്. മാത്രമല്ല അവരെയൊക്കെ ശപിക്കുകയും ചെയ്തുല്ലോ. ഇനി മന്ത്രം ശക്തമായിട്ട് സ്വീകരിച്ചുകൊണ്ട് രക്ഷപ്പെടുക മാത്രമേ നിവൃത്തിയുള്ളൂ. അതിനുള്ള ഉപദേശമാണ് കൊടുക്കുന്നത്. നിരാമയമായിട്ടുള്ള രക്ഷ ചെയ്തുകൊണ്ട് ആ ബാലകനോട് ഇപ്രകാരം പറഞ്ഞു. അതായത് വേദമന്ത്രം ഉച്ചരിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ളതായ ഒരു ഉപായമാണ് ഇനി വിശ്വാമിത്രൻ ആ ബാലകന് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് നോക്കാം 19ാമത്തെ ശ്ലോകം. പവിത്രപാശൈരാബദ്ധോ രക്തമാല്യാനുലേപന വൈഷ്ണവം യൂപമാസാദ്യ വാഗ്ഭിരഗ്നിമുദാഹര. അവിടെ ചെന്നാൽ, യാഗസ്ഥലത്ത് ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കുകയാണ്. പവിത്രപാശൈഹി ആബദ്ധ. പവിത്രപാശം എന്ന് പറഞ്ഞാൽ ഏറ്റവും പവിത്രമായിട്ടുള്ളൊരു കയറ് വെച്ച് കെട്ടും നിന്നെ. പവിത്രമായിട്ടുള്ള പാശം എന്നുള്ളത് കൊണ്ട് ദർഭ വിരിച്ചിട്ട് കയറ് പോലെയാക്കിയിട്ട് ആ കയറ് കൊണ്ട് നിന്നെ അവിടെ ഒരു യൂപത്തിൽ, ഒരു യാഗത്തിന് തറയ്ക്കുന്ന, മൃഗങ്ങളെയൊക്കെ കെട്ടിയിടാൻ വേണ്ടി തറയ്ക്കുന്ന ഒരു കുറ്റിയുണ്ട്, യൂപം. അതിനെയാണ് യൂപം എന്ന് പറയുക. അവിടെ കൊണ്ട് നിന്നെ കെട്ടിയിടും. പവിത്രപാശൈഹി ആബദ്ധ, പവിത്രപാശങ്ങളെ കൊണ്ട് കെട്ടിയിടപ്പെട്ടവനും രക്തമാല്യാനുലേപന, ചുവന്ന മാലകളൊക്കെ കഴുത്തിലിടിയിച്ചിട്ട്, അതായത് വധിക്കാൻ കൊണ്ടുപോയി നിർത്തിയേക്കാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് കഴുത്തിൽ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള ഹാരങ്ങളൊക്കെ അണിയിക്കും. അതുപോലെ ശുനശേപനെയും അണിയിക്കും. അങ്ങനെ ചുവന്ന മാലകളൊക്കെ ഇട്ടിട്ട് നിന്നെ അവിടെ കൊണ്ടു നിർത്തും. വൈഷ്ണവം യൂപം ആസാദ്യ, ഈ പവിത്രപാശങ്ങളെ കൊണ്ട് വൈഷ്ണവം എന്നു പേരുള്ള യൂപത്തിൽ, ഓരോ കുറ്റികൾ യാഗസ്ഥലത്ത് തറച്ചു വെച്ചിട്ടുണ്ടാവും, ഓരോന്നിനും ഓരോ പേരാണ്. ഇത് വൈഷ്ണവം എന്നു പേരുള്ള ഒരു യൂപത്തിൽ നിന്നെ കൊണ്ട് കെട്ടിയിടും. വൈഷ്ണവം യൂപമാസാദ്യ. അങ്ങനെ കെട്ടിയിടുമ്പോൾ നീ എന്ത് ചെയ്യണം? വാഗ്ഭി അഗ്നിം ഉദാഹര, അഗ്നിക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് അഗ്നിയെ മന്ത്രം ചൊല്ലി സ്തുതിക്കണം. അതാണ് വാഗ്ഭി, മന്ത്രങ്ങളെ കൊണ്ട് അഗ്നിം, അഗ്നിയെ ഉദാഹര, ഉദാഹര എന്ന് പറഞ്ഞാൽ സ്തുതിച്ചോളൂ എന്ന് പറയാണ്. വാക്കുകൾ കൊണ്ട്, മന്ത്രങ്ങൾ കൊണ്ട് അംബരീഷന്റെ യജ്ഞത്തിൽ നിന്നുകൊണ്ട് ദിവ്യമന്ത്രങ്ങൾ ചൊല്ലി അഗ്നിയെ സ്തുതിക്കണം. അങ്ങനെ അഗ്നിയെ സന്തോഷിപ്പിക്കണം എന്നാണ് പറയണത്. എന്നിട്ട് ഇമേ ച ഗാഥേ ദ്വേ ദിവ്യേ ഗായേഥാ മുനിപുത്രക അംബരീഷസ്യ യജ്ഞേസ്മിൻ തതസിദ്ധിമവാപ്സ്യസി. ഞാനിപ്പോൾ നിനക്ക് 2 മന്ത്രങ്ങൾ പറഞ്ഞു തരാം. അതാണ് ഇമേച്ച ഗാഥേ ദ്വേ ദിവ്യേ. അത് വളരെ ദിവ്യമായിട്ടുള്ള, അങ്ങനെ തോന്നിയ സമയത്ത് തോന്നിയ പ്രകാരം ഒന്നും ചൊല്ലാൻ പാടില്ലാത്ത അത്രയ്ക്ക് ദിവ്യമായിട്ടുള്ള 2 മന്ത്രങ്ങളാണ്. ദ്വേ ദിവ്യേ ഗാഥേ ഇമേ, അത് രണ്ടും ഹേ മുനിപുത്രക ഗായേഥ, അല്ലയോ മുനിപുത്ര നീ അത് ചൊല്ലണം. അഗ്നിക്ക് അഭിമുഖമായിട്ട് ഈ മന്ത്രങ്ങൾ 2 ഉണ്ട്, അത് ചൊല്ലണം. എവിടെ വെച്ചിട്ട്? അംബരീഷസ്യ യജ്ഞേ അസ്മിൻ, അംബരീഷന്റെ യജ്ഞസ്ഥലത്ത് ചെന്നിട്ട്, യജ്ഞസ്ഥലത്തുള്ളതായ വിഷ്ണുദേവതയെ ആവാഹിച്ചതായ യൂപത്തിൽ കെട്ടിയിടുമ്പോൾ അഗ്നിക്ക് അഭിമുഖമായി നിന്നിട്ട്, അല്ലയോ ശുനശേപ മുനിസുത നീ ഈ 2 മന്ത്രങ്ങൾ ഉറക്കെ ചൊല്ലണം. തഥാ, അങ്ങനെ ചെയ്താൽ സിദ്ധിം അവാപ്സ്യസി, നിനക്ക് വേണ്ട ഫലം നിനക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കും, നീ രക്ഷപ്പെടും. അതിനു വേണ്ടിയിട്ട് നീ ഈ 2 മന്ത്രങ്ങളും പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഉപദേശിച്ചു കൊടുക്കുകയാണ് വിശ്വാമിത്രൻ ഈ ബാലകന്.
എന്നിട്ട് എന്താ ഉണ്ടാവണേ നോക്കാം. 21-ാമത്തെ ശ്ലോകം. ശുനശേപോ ഗൃഹീത്വാ തേ ദ്വേ ഗാധേ സുസമാഹിത ത്വരയാ രാജസിംഹം തമംബരീഷമുവാചഃ. മന്ത്രങ്ങൾ ഏതാണ് എന്ന് പറയണില്ല, 2 ഋഗ്വേദ മന്ത്രങ്ങളാണെന്ന് വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അതല്ലാതെ വേറൊന്നിനെ പറ്റിയിട്ടും മന്ത്രങ്ങളൊന്നും ഇവിടെ ഉദാഹരിച്ച് പറയണില്ല. ശുനശേപൻ എന്ത് ചെയ്തു? തേ ദ്വേ ഗാഥേ, ആ 2 ഗാഥകളെ, ദിവ്യങ്ങളായിട്ടുള്ള 2 ഋക്കുകള്, മന്ത്രങ്ങള് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്, സുസമാഹിത, വളരെ സമാധിയോട് കൂടിയിട്ട്, മനസ്സ് ഉറപ്പിച്ചിട്ട് അത് വേഗം പഠിച്ചെടുത്തു. വിശ്വാമിത്രൻ പഠിപ്പിച്ചത് വേഗം പഠിച്ചെടുത്തു. ഗൃഹീത്വ, പഠിച്ചെടുത്തിട്ട്, ത്വരയാ, വേഗം തന്നെ, രാജസിംഹം തം അംബരീഷം ഉവാച, രാജസിംഹം, രാജാക്കന്മാരിൽ വച്ച ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള അംബരീഷ മഹാരാജാവിനോട് ഇപ്രകാരം പറഞ്ഞു. അതെന്താ പറയണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. അങ്ങനെ ഈ പുഷ്കര തീർത്ഥത്തിന്റെ സമീപത്ത് വച്ച് വിശ്വാമിത്രൻ ഋജീകന്റെ പുത്രനായിട്ടുള്ള ശുനശേപനെ രക്ഷിക്കുകയാണ്. തൻ്റെ മക്കളെ നൽകിയിട്ടായാലും തന്നോട് ശരണം ചോദിച്ചു വന്ന ഒരാളെ രക്ഷിക്കണം എന്നുള്ള ആ ഒരു സത്യത്തിൻ്റെ പുറത്താണ് വിശ്വാമിത്രൻ അത് ചെയ്യണത്. നമുക്കിത് വായിച്ചാൽ തോന്നും, ഈ മന്ത്രം ആദ്യം കൂടെ ഉപദേശിച്ചു കൊടുത്താൽ മതിയായിരുന്നില്ലേ, എന്നാൽ പിന്നെ വിശ്വാമിത്രൻ്റെ മക്കൾക്ക് ദുർഗതികളൊന്നും വരില്ലായിരുന്നല്ലോ, ശുനശേപൻ രക്ഷപ്പെടുകയും ചെയ്യും, അംബരീഷൻ്റെ യാഗവും നടക്കും എന്നുണ്ടെങ്കിൽ അതല്ലേ ആദ്യം ചെയ്യേണ്ടത് എന്ന് വായിക്കുന്നവർക്ക് തോന്നും. പക്ഷേ വിശ്വാമിത്രൻ അവിടെ ഉയർത്തി കാണിക്കുന്നത് ശരണം ചോദിച്ചു വന്നവരെ അവരവരുടെ ആൾക്കാരെ ഉപേക്ഷിച്ചിട്ടായാലും രക്ഷിക്കണം എന്നുള്ള ആ ഒരു ആശയമാണ്, ആ ഒരു സിദ്ധാന്തമാണ്. അത് മക്കൾ പറഞ്ഞതുപോലെ ഇത് ഏറ്റവും ഒട്ടും ശരിയായിട്ടുള്ള കാര്യമായി തോന്നണില്ല എന്ന് പറയണത് പോലെ തന്നെ അവരവരുടെ മക്കളെ വേണ്ടാന്ന് വെച്ചിട്ട് വേറൊരാളുടെ മക്കളെ രക്ഷിക്കാനായിട്ട് പോണോ എന്നുള്ളത് ഒരു ചോദ്യമാണെങ്കിലും അത് ചില യുഗധർമ്മങ്ങളാണ്. ഇന്നത്തെ കാലത്തെ നിയമമായിക്കൊള്ളണമെന്നില്ല മുൻപ് കാലത്ത്. അങ്ങനെ പലതും നമുക്ക് ഇന്നത്തെ നീതി വച്ചിട്ട് വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. രാമായണത്തിലെ പല സന്ദർഭങ്ങളും നമുക്കത് കൂട്ടി വായിക്കാൻ പറ്റില്ല. സീതാപരിത്യാഗമായാലും അതുപോലെ ദശരഥൻ ചെയ്തതായിട്ടുള്ള ശ്രാവണകുമാരനെ വധിക്കലായാലും അങ്ങനെ പല പല സന്ദർഭങ്ങൾ, പല കഥാംശങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് ഇന്നത്തെ രീതി വച്ചിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ട് വരും. അതൊക്കെ അതാത് കാലങ്ങളിലെ ചില ധർമ്മത്തിനനുസരിച്ച് ചെയ്യുന്നതാണ്. അതുപോലെ പുഷ്കരം എന്ന് പറയണ പ്രദേശം, അത് വിശ്വാമിത്രൻ പോയത് പടിഞ്ഞാട്ടാണ്. പടിഞ്ഞാറ് പോയിട്ട് വളരെ സമാധാനത്തോട് കൂടിയിട്ട് പുഷ്കരത്തിൻ്റെ തീരത്തിരുന്ന് തപസ് ചെയ്തു, മക്കളെയൊക്കെ കൊണ്ട് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞല്ലോ. ആ പ്രദേശം ഇന്നും ഉണ്ട്. പുഷ്കരം എന്ന് പറയുന്ന ഒരു പ്രദേശം രാജസ്ഥാൻ്റെ അടുത്താണ്, ഗുജറാത്തിനും രാജസ്ഥാൻ്റെയൊക്കെ അടുത്തായിട്ടുള്ളൊരു പ്രദേശമാണ്. അവിടെ ബ്രഹ്മാവിൻ്റെ ഒരു അമ്പലമുണ്ട് എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ്. അവിടെ വലിയൊരു തീർത്ഥമുണ്ട്, പുഷ്കര തീർത്ഥം എന്ന് പറയണത്. ഒരു പ്രദേശം മാത്രമല്ല, അവിടെ വലിയൊരു തടാകമൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്നും ആ പേരിൽ തന്നെ അറിയപ്പെടുന്ന ചില പ്രദേശങ്ങളാണ്. ആ സ്ഥലത്തിന് വിശ്വാമിത്രൻ തപസ് ചെയ്ത സ്ഥലം എന്നുള്ള ഒരു ഖ്യാതിയുമുണ്ട് എന്നുള്ളത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റി. നമ്മുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇതുപോലെയുള്ള വളരെ പഴക്കം ചെന്നതായിട്ടുള്ള ചില നഗരങ്ങളുടെ പേരുകൾ, ചില പ്രദേശങ്ങളുടെ പേരുകൾ, അതൊക്കെ കുറേയൊക്കെ ഇന്നും അങ്ങനെ തന്നെ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. വാരാണസിയൊക്കെ അതിൽ പെട്ടതാണ്. എത്രയോ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതായ ഒരു നഗരമാണത്. ആ നഗരത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു പഴക്കം. അതിൽ മറ്റ് നഗരങ്ങളൊക്കെ ഇതുപോലെ ആയി തീർന്നതിന് വല്ല 500 കൊല്ലോ 600 കൊല്ലോ ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 300 കൊല്ലം ഒക്കെ ഉള്ളൂ എങ്കിൽ, അതിനേക്കാളൊക്കെ എത്രയോ പഴക്കമുള്ളതായ വേദകാലങ്ങൾ കഴിഞ്ഞാൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രദേശമായിട്ടാണ് വാരാണസി കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ കാശി അല്ലെങ്കിൽ വാരാണസി എന്നൊക്കെ പറയുന്ന ആ ഒരു നഗരത്തിൻ്റെ പഴക്കം, അതുപോലെയാണ് ഈ പുഷ്കരമൊക്കെ. പുരാണങ്ങളിലും രാമായണത്തിലൊക്കെ വരെ പ്രസിദ്ധമായിട്ടുള്ള പ്രദേശങ്ങളാണ്. അതൊക്കെ അത്രയും കാലപ്പഴക്കമുള്ളതായിട്ടുള്ള സ്ഥലങ്ങളാണ്, ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതായ പ്രദേശങ്ങളാണ്. അതും കൂടിയും ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. തേഷാം തദ്വചനം ശ്രുത്വാ പുത്രാണാം മുനിപുംഗവ ക്രോധസംരക്തനയനോ വ്യാഹർത്തുമുപചക്രമേ നിസ്സാധ്വസമിദം പ്രോക്തം ധർമാദപി വിഗർഹിതം അതിക്രമ്യതു മദ്വാക്യം ദാരുണം രോമഹർഷണം ശ്വമാംസഭോജിനഃ സർവേ വാസിഷ്ഠാ ഇവ ജാതിഷു പൂർണ്ണം വർഷസഹസ്രം തു പൃഥിവ്യാമനുവത്സ്യഥ കൃത്വാ ശാപസമായുക്താൻ പുത്രാൻ മുനിവരസ്തദാ ശുനശേപമുവാചാർത്തം കൃത്വാ രക്ഷാം നിരാമയാം
പവിത്രപാശൈരാബദ്ധോ രക്തമാല്യാനുലേപന വൈഷ്ണവം യൂപമാസാദ്യ വാഗ്ഭിരഗ്നിമുദാഹര ഇമേ ച ഗാഥേ ദ്വേ ദിവ്യേ ഗായേഥാ മുനിപുത്രക അംബരീഷസ്യ യജ്ഞേസ്മിംസ്തതഃ സിദ്ധിമവാപ്സ്യസി ശുനശ്ശേപോ ഗൃഹീത്വാ തേ ദ്വേ ഗാഥേ സുസമാഹിതഃ ത്വരയാ രാജസിംഹം തമംബരീഷമുവാച. ഇനി എന്താണ് ഈ ബാലകൻ അംബരീഷനോട് പറയണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.